കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ശ്രീ ദുർഗായേ നമഃ. നമ്മൾ 35 ചെയ്തിട്ടാണ് നിർത്തിയത്. അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ ജ്ഞാനികൾക്ക് മോഹം ഉണ്ടാവില്ല, അജ്ഞാനികൾക്ക് അല്ലെങ്കിൽ മായാമോഹിതരായവർക്ക് ജ്ഞാനം ഉണ്ടാവില്ല. ജ്ഞാനികൾക്ക് മോഹം ഉണ്ടാവില്ല, മായാമോഹിതരായിട്ടുള്ളവർക്ക് എന്താണ് ജ്ഞാനം ഉണ്ടാവില്ല. രണ്ടും കൂടി പറ്റില്ല എന്ന് പറയണം അല്ലേ. അപ്പോൾ ഇവർ ഈ എന്താണ് സുഭരഥനും സുമേധസ്സും സാക്ഷാൽ ജ്ഞാനത്തെ അല്ല ജ്ഞാനമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലായി സുമേധസ് മഹർഷിക്ക്. അപ്പോൾ അദ്ദേഹം തീർച്ചയാക്കി ഇവരുടെ ഈ വിഷയജ്ഞാനത്തെ നീക്കിയിട്ട് ശരിയായിട്ടുള്ള ജ്ഞാനം ഇവരിൽ ഉദിപ്പിക്കണം എന്നാണ് എനിക്ക് മോഹം. അത് ഞാൻ ചെയ്യാൻ ശ്രമിക്കട്ടെ എന്ന് തീർച്ചയാക്കി. പരമാത്മജ്ഞാനം ഇവർക്ക് നൽകാൻ അല്ലെങ്കിൽ ഇവർക്ക് ഉണ്ടാവാൻ എന്താ വേണ്ടെന്ന് അങ്ങനെ ഞാൻ ശ്രമിക്കാമെന്ന് തീർച്ചയാക്കി കേട്ടോ. അപ്പോൾ 36 വായിക്കാം കേട്ടോ. ദിനാന്ധാഹ പ്രാണിന കേജിദ് രാത്രാവന്ധാസ്തഥാ പരേ കേജിദ് ദിവാചരാത്രൗ ച പ്രാണിനസ്തുല്യദൃഷ്ടയഃ. അപ്പോൾ ഇതിലെന്താ പറയുക വെച്ചാൽ ഈ പ്രാണികളുടെ കാര്യം പറയണം നമുക്കിത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. അതായത് അവർക്കും അർത്ഥം. കേജിൽ പ്രാണിനഹ ദിനാന്താഹ, ചില പ്രാണികൾ പകല് കണ്ണ് കാണാത്തതുണ്ട് അല്ലേ. പ്രാണിനഹ ദിനാന്ത, ദിനം ചന്ത പകല്, ദിനത്തിൽ അന്ധന്മാരായിട്ടുള്ള അല്ലെങ്കിൽ കണ്ണ് കാണാത്ത ചില പ്രാണികളുണ്ട്. ഇപ്പോൾ നോക്കൂ, കൂമനൊക്കെ, നമ്മുടെ ഔൾ അങ്ങനെയല്ലേ, രാവിലെ പകലെ കണ്ണ് കാണില്ലല്ലോ ഈ കൂമനൊന്നും. തഥാപരെ മറ്റ് ചില പ്രാണികൾ രാത്രവും അന്ധ, രാത്രിയിൽ കാണാത്തവർ ഉണ്ട് അല്ലേ. അതായത് ഈ തത്ത കാക്ക അവർക്ക് രാത്രി കാണില്ല. പിന്നെയോ കേജിൽ പ്രാണിനഹ തഥ, മറ്റു ചില പ്രാണികൾക്കോ എന്താണ് ദിവൗ രാത്രൗ ച തുല്യദൃഷ്ട, പകലും രാത്രിയും ഒരുപോലെ കാണാൻ പറ്റും. ഇപ്പോൾ കൂമനാണെന്ന് വെച്ചാൽ രാത്രി കാണും, പകൽ കാണില്ല അല്ലേ. കാക്ക തത്ത അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ രാത്രി കാണില്ല, പകൽ കാണും. എന്നാൽ പൂച്ച പുലി അതിനൊക്കെ നമുക്കും രാത്രി കാണില്ല. പൂച്ചയ്ക്ക് അല്ല, നമുക്ക് ലൈറ്റ് അടിച്ചാലേ കാണും അർത്ഥം. പൂച്ചയ്ക്കും പുലിക്കുമൊക്കെ രാത്രിയും കാണും, പകലും കാണും. രാത്രിയാകുമ്പോൾ അവരുടെ ആ കൃഷ്ണമണി ഇങ്ങനെ വലുതാവും, അങ്ങനെയാണ്. അപ്പോൾ പകലാണെങ്കിൽ വേണ്ട, പക്ഷെ രണ്ടും നൽകാം. അതേസമയം ചിലർക്ക് ഒട്ടും കാണാത്തവരുമുണ്ട് ഇല്ലേ. ചില കൃമികൾക്കൊക്കെ കണ്ണന്നല്ല, അവർക്ക് വേറെ സെൻസേഷനേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു കൃമികൾക്ക് കണ്ണന്നില്ലാത്തവർക്ക് ഒട്ടും കാണില്ല. പിന്നെ നമ്മുടെ മനുഷ്യന്മാരിലും മൃഗങ്ങളിലൊക്കെ അന്ധരായിട്ട് ജനിക്കണവരുണ്ടല്ലോ, എന്തെങ്കിലും കാരണം കൊണ്ട് അന്ധത വരിക ചോദിച്ചാൽ അവർക്ക് രാത്രിയും പകലും കാണില്ല. അപ്പോൾ പലതരത്തിലാണ് ഈ പ്രാണികൾ അല്ലേ. അതായത് അതുകൊണ്ട് അവരുടെ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അവർ വിഷയങ്ങളെ മനസ്സിലാക്കണതൊക്കെ വ്യത്യാസമാണെന്ന് പറയുകയാണ്. ഓരോ പ്രാണികൾക്കും ഈ 5 ഇന്ദ്രിയങ്ങളിൽ കൂടെ 5 ഇന്ദ്രിയങ്ങൾ ഉള്ളവർക്ക്, 5 ഇന്ദ്രിയങ്ങളില്ലാത്തവർക്ക് അതും കുറവാകും. അപ്പോൾ 5 ഇന്ദ്രിയങ്ങളുള്ളവർക്ക് തന്നെ പലതരത്തിലാണ് അവരൊക്കെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കണത് അവർക്ക്. അതുകൊണ്ടാണ് ഈ കൂമന് രാത്രി കാണുള്ളൂ അല്ലേ, മറ്റേ തത്തയ്ക്കൊക്കെ പകലേ കാണുള്ളൂ. പിന്നെ രാത്രിയും പകലും കാണും പൂച്ചയ്ക്കൊക്കെ. പിന്നെ നമ്മളിൽ തന്നെ ചിലർക്ക് കണ്ണ് അന്ധനായിട്ട് ജനിച്ചവർക്കോ പിന്നെ കുഞ്ഞു കുഞ്ഞു കൃമികൾക്കോ രാത്രിയും പകലും കാണില്ല. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കിട്ടുന്ന ജ്ഞാനം തന്നെ വളരെ വ്യത്യസ്തമാണ് പലരിലും. അതാണ് ഇതിൽ പറഞ്ഞത്. ദിനാന്ധാഹ പ്രാണിന കേജിൽ രാത്രാവന്ധാസ്തഥാ പരേ കേജിദ് ദിവാചരാത്രൗ ച പ്രാണിന തുല്യദൃഷ്ടയഃ. ഇനി നമുക്ക് 37 ചെയ്യാം കേട്ടോ. ജ്ഞാനിനോ മനുജാ സത്യം കിന്തു തേ നഹി കേവലം
യതോ ഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ. 37. മനുജാഹ ജ്ഞാനിനഃ, മനുഷ്യർ ജ്ഞാനികളാകുന്നു. സത്യം, ഒരു തരത്തിലുള്ള ജ്ഞാനം അവർക്കുണ്ടെന്നുള്ളത് സത്യം തന്നെ. കിം നു തേ കേവലം നഹി, എന്നാൽ അവർക്ക് മാത്രമല്ല ജ്ഞാനമുള്ളൂ, ജന്തുക്കൾക്കുണ്ടെന്ന് പറയാം. യതഃ, എന്തുകൊണ്ടെന്നാൽ സർവേ പശുപക്ഷി മൃഗാദയ, എല്ലാ പശുപക്ഷി മൃഗാദികൾക്കും അവരും ജ്ഞാനിനാഹി, ജ്ഞാനികൾ തന്നെയാണെന്ന്. നമുക്ക് ജ്ഞാനം ഉണ്ടായത് സമ്മതിച്ചു, പക്ഷെ നമുക്ക് മാത്രമല്ല ഈ പക്ഷി മൃഗാദികൾക്കും അവർക്ക് വേണ്ട ജ്ഞാനം ഉണ്ടേ, അല്ലേ? മനുഷ്യർ ശുദ്ധജ്ഞാനികളല്ല എന്ന് പറയാണ്. അതായത് വിഷയജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അജ്ഞാനത്തിന് തുല്യമാണ്. കാരണം ആ വിഷയജ്ഞാനം കൊണ്ട് നമുക്ക് ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ എക്സിസ്റ്റ് ചെയ്യാനോ വർത്തിക്കാനോ ആനന്ദം അനുഭവിക്കാനോ ആ ഇറ്റേണൽ ബ്ലിസ് അനുഭവിക്കാൻ നമുക്ക് ഈ വിഷയജ്ഞാനം കൊണ്ട് പറ്റില്ല. അപ്പോൾ ശരിക്കും പറയാച്ചാൽ വിഷയജ്ഞാനം അജ്ഞാനത്തിന് തുല്യമാണെന്ന്. നമുക്ക് ശരിക്കുള്ള ജ്ഞാനം ഇല്ല. അതായത് ഇത് ശരിക്കുള്ള ജ്ഞാനമല്ല നമുക്കുള്ളത്. മനുഷ്യരുടെ ജ്ഞാനം ശരിക്കും പറയാച്ചാൽ അജ്ഞാനവും ചേർന്നതാണ്. അതാണ്, അതുകൊണ്ടാണ് സത്യം പറഞ്ഞു വെച്ചാൽ അതന്നെ ശരിക്കും നമുക്ക് അജ്ഞാനം കൂടി ഉണ്ടാവുകൊണ്ടാണ് അറിവുണ്ട തോന്നണത് തന്നെ. അജ്ഞാനികളല്ലെങ്കിൽ അറിവുണ്ടെന്ന് തോന്നില്ല, കാരണം അവരെപ്പോഴും ആ സച്ചിദാനന്ദത്തിൽ വർത്തിക്കുകയാണ്. ഒരു ജ്ഞാനിക്ക് ഞാൻ അറിവുണ്ടെന്നുള്ള ഭാവം ഉണ്ടാവില്ല, അറിവുണ്ടെന്ന് വിചാരിക്കില്ല. ജ്ഞാനി എപ്പോഴും ആ വേറെ രണ്ടാമതൊന്നുമില്ല, എനിക്ക് ആരെ അറിയേണ്ടതായിട്ടില്ല. അതായത് ജ്ഞാനിക്ക് ആരെ അറിയേണ്ടതായിട്ടില്ല, ആ അറിയേണ്ട വസ്തു തന്നെ ആയിത്തീർന്നിരിക്കുന്നു. അതാണ് നമ്മൾ അറിയേണ്ട വസ്തു. ഏതാണ്? നമ്മുടെ ആ സ്വരൂപം, പരമാത്മാവ്. ആ പരമാത്മാവിനെ അറിഞ്ഞ് പരമാത്മാവ് തന്നെ ആയിത്തീർന്നിരിക്കുന്നു. അപ്പം ഇനി ഒന്നും അറിയാനില്ല. അതാണല്ലോ പറയുക, ഏത് അറിവുണ്ടായാലാണോ ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ലാത്തത്, അതാണ് ജ്ഞാനി. അപ്പോൾ ഈ മനുഷ്യരുടെ ജ്ഞാനം അജ്ഞാനം, നമ്മൾ പറയണ ആ വിഷയജ്ഞാനമൊക്കെ അജ്ഞാന കലർന്നതാണ്. അതുകൊണ്ടാണ് ജ്ഞാനികളാണെന്ന് ഇപ്പം അങ്ങക്ക് അഭിമാനം തോന്നിയത്. മനുഷ്യർക്ക് കുറച്ചധികം എന്തെങ്കിലും ശാസ്ത്രങ്ങൾ, ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ എയറോസ്പേസൊക്കെ അറിയാമെന്ന് വെച്ചോളൂ. അതൊക്കെ അപരാവിദ്യയാണ്. അതായത് ആത്മാവിനെ അറിയാൻ സഹായിക്കില്ല. അതായത് അനുഭവരൂപത്തിലുള്ള സൂക്ഷ്മജ്ഞാനം മാത്രമേ പരാവിദ്യ എന്നറിയുള്ളൂ. അല്ലെങ്കിൽ ശരിക്കുള്ള ജ്ഞാനം എന്താ വെച്ചാൽ അനുഭവരൂപത്തിലുള്ള ആ സൂക്ഷ്മജ്ഞാനം, ഞാൻ ആത്മാവാണ് എന്ന് അനുഭവമാവണത്. അതുകൊണ്ടേ നമുക്ക് കാര്യമുള്ളൂ. ദുഃഖ നിവാരണത്തിന്, ദുഃഖം മാറണമെങ്കിൽ ആ ജ്ഞാനം തന്നെ വേണം. അതായത് കുറച്ച് നേരത്തേക്കൊക്കെ സുഖം ഉണ്ടാവും എന്നല്ലാണ്ട് ആ സുഖം നമ്മളെ വിട്ടുപോകും, അല്ലെങ്കിൽ നമ്മൾ സുഖം തന്നിരുന്നതിനെ വിട്ടുപോകും. പക്ഷെ നമുക്ക് ആ സ്ഥിരമായിട്ടുള്ള ആ ആനന്ദം വേണമെങ്കിൽ, സച്ചിദാനന്ദ അനുഭവം ആവണമെങ്കിൽ നമുക്ക് ഈ അനുഭവരൂപത്തിലുള്ള സൂക്ഷ്മജ്ഞാനം തന്നെ വേണം. അപ്പോൾ ഏതൊരു വിഷയജ്ഞാനം കൊണ്ടാണ് ആ പ്രാണികളൊക്കെ ജ്ഞാനികളാകുന്നത്? ആ വിഷയജ്ഞാനം തന്നെ നമുക്കുള്ളൂ, അത് തന്നെ മനുഷ്യനുള്ളൂ. പലതരത്തിലാണെന്ന് മാത്രം ഓരോരുത്തരുടെ ജ്ഞാനം. അതായത് ഇപ്പോൾ ഒരു പട്ടിക്ക് അല്ല പൂച്ചയ്ക്കൊക്കെ അവർക്ക് കുറേ അകലെയെന്ന് തന്നെ മനസ്സിലാവും. നമ്മൾ കേൾക്കൂല ഇപ്പോൾ സുനാമിയോ അല്ലെങ്കിൽ കൊടുങ്കാറ്റോ സ്റ്റോമോ ഒക്കെ വരുമ്പോൾ ഇവർക്ക് മുമ്പ് തന്നെ മനസ്സിലാവും, നമുക്കതില്ല. അപ്പോൾ നോക്കൂ, അവരുടെ ജ്ഞാനത്തിന് വ്യത്യാസമാണ്. ജ്ഞാനം അവർക്കുണ്ട്. അവർ ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അവർക്ക് കിട്ടുന്നതും നമുക്ക് കിട്ടുന്നതും വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഈ ഏത് വിഷയജ്ഞാനം കൊണ്ടാണ് ആ പ്രാണികളൊക്കെ ജ്ഞാനം ഉണ്ടാവുന്നത്? ആ വിഷയജ്ഞാനം തന്നെ നമുക്കുള്ളൂ. വ്യത്യസ്ത തരത്തിലാണ് ചില. അപ്പം മനുഷ്യനായി പിറന്നു എന്നതുകൊണ്ട് വലിയ ജ്ഞാനമൊന്നും നമുക്ക്, അതായത് നമുക്ക് ആവശ്യമുള്ള ആ ജ്ഞാനം നമുക്ക് ലഭിക്കണമെന്നില്ല എന്നാണ് അതിൽ പറഞ്ഞത്. മനസ്സിലാക്കുകയാണ് അവര്, അങ്ങയുടെ ജ്ഞാനം അജ്ഞാനം കലർന്ന ജ്ഞാനമാണ്. അതുകൊണ്ടാണ് അങ്ങക്ക് ജ്ഞാനം ഉണ്ട തോന്നുന്നത്. എന്നിട്ട് എന്താ ഞങ്ങൾക്ക് ജ്ഞാനികളൊക്കെയാണോ ഞങ്ങൾ, എന്നിട്ടും എന്താ അങ്ങനെ ദുഃഖം എന്നൊക്കെ ചോദിച്ചുല്ലോ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 37 വായിക്കാം. ജ്ഞാനിനോ മനുജാഹ സത്യം
കിന്തു തേ നഹി കേവലം യതോ ഹി ജ്ഞാനിന സർവേ പശുപക്ഷി മൃഗാദയ. അങ്ങനെ നോക്കിയാൽ പശുപക്ഷി മൃഗാദയ അവരൊക്കെ മൃഗങ്ങളൊക്കെ ജ്ഞാനികളാണ്. കാരണം വിഷയജ്ഞാനം കൊണ്ട് അവർക്ക് കിട്ടുന്ന ജ്ഞാനം തന്നെ നമുക്കുള്ളൂ. അതാണ് പറഞ്ഞത്. അതായത് ആ അനുഭവരൂപത്തിലുള്ള സൂക്ഷ്മജ്ഞാനം ഉണ്ടായാലേ ശരിക്കും ജ്ഞാനി പറയുള്ളൂ. അതാണ് കേവലജ്ഞാനം എന്ന് വെച്ചാൽ. ഇനി നമുക്ക് 38 വായിക്കാം കേട്ടോ. ജ്ഞാനം ന തന്മനുഷ്യാണം യത്തേഷാം മൃഗപക്ഷിണം മനുഷ്യാണം ച തത്കേശം തുല്യമന്യത്തഥോഭയോ. 38 എന്താ വെച്ചാൽ മൃഗപക്ഷിണം യദ് ജ്ഞാനം. പക്ഷിമൃഗങ്ങൾക്ക്, അത് മുമ്പ് ഞാൻ പറഞ്ഞു അതിന് മുമ്പേനത് അതാണ്, പക്ഷിമൃഗങ്ങൾക്ക് ഏതൊരു ജ്ഞാനമുണ്ടോ തജ്ഞാനം ന തേഷാം മനുഷ്യാണം. ആ മനുഷ്യർക്ക് അതന്നെ ഉള്ളൂ. കേശാം മനുഷ്യർക്ക് ഏതൊരു ശാസ്ത്രജ്ഞാനമുണ്ടോ മനുഷ്യാണാം ച യദ് കേശാം. മനുഷ്യർക്ക് അവരെക്കാളും എന്തെങ്കിലും ശാസ്ത്രജ്ഞാനം അതായത് അവരവർക്ക് ആവശ്യമായ ജ്ഞാനം ഈ പ്രപഞ്ചശക്തി കൊടുത്തിട്ടുണ്ട്. അന്യൽ അതായത് എന്താ? ഭക്ഷണം, ഉറക്കം, മൈഥുനം ഇത്യാദി ഉഭയോഹ തുല്യം. അവർക്കും മനുഷ്യർക്കും തുല്യമാണ്. നമുക്ക് കുറച്ച് ഫിസിക്സും കെമിസ്ട്രിയൊക്കെ അറിയാവുന്നേ ഉള്ളൂ. പക്ഷേ ഭക്ഷണത്തിന് വേണ്ട ജ്ഞാനവും ആഹാരത്തിന് വേണ്ട ഉറക്കത്തിന് വേണ്ട ജ്ഞാനവും മൈഥുനത്തിന് വേണ്ട ജ്ഞാനമൊക്കെ ആരും പഠിപ്പിക്കണില്ല. അത് നമുക്ക് സർവൈവലായിട്ട് ഇൻസ്റ്റിങ്ക്റ്റ് കൊണ്ട് ഈ പ്രപഞ്ചശക്തി തന്നെ തരണതാ. അത് സത്യം പറഞ്ഞാൽ ഒരുപോലെയാണ്. വിഷയജ്ഞാനം 2 പേർക്കും ഉണ്ട് ഒരുപോലെ. പക്ഷേ ആത്മജ്ഞാനം അഥവാ ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അത് പറയുന്നുണ്ടല്ലോ ഗീതയിൽ, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വത പറയുന്നുണ്ടല്ലോ. അതായത് മനുഷ്യർക്ക് അതിനുള്ള മനുഷ്യജന്മം കിട്ടിയാൽ നമുക്ക് വിഷയജ്ഞാനം ഉണ്ടാവും, സാധാരണ എല്ലാവർക്കും ഉണ്ടാവണ പോലെ. പക്ഷേ നമുക്ക് ഈ പരമാത്മജ്ഞാനത്തിന് ശ്രമിക്കാനുള്ള വിശേഷ ബുദ്ധി തന്നിട്ടുണ്ട്. അതാണ് വ്യത്യാസം. അതായത് ഈശ്വരനെക്കുറിച്ചുള്ള ജ്ഞാനം മനുഷ്യന് മാത്രമേ ലഭിക്കാൻ പറ്റുള്ളൂ. അത് പക്ഷേ എന്താ ഇപ്പോൾ പറഞ്ഞത്, ഇതിൽ ആയിരക്കണക്കിൽ 10,000 ആളെടുത്ത ഒരാളെ അതിനു വേണ്ടി ശ്രമിക്കണമെന്നേ ഉള്ളൂ. ഇനി അങ്ങനെ നമ്മൾ ശ്രമിച്ചവരിൽ ഒരാൾക്കോ, ഒരു 100 ഒരാൾക്കോ മറ്റേ ആ അറിവ് ലഭിക്കണുള്ളൂ. ഈ ജ്ഞാനാണ്, ഈ ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനാണ് മനുഷ്യരെ മൃഗങ്ങളിൽ നിന്ന് വേർതിരിക്കണ ജ്ഞാനം. അല്ലാത്തൊക്കെ നമുക്ക് ഈ സർവൈവലിന് വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി തരണതൊക്കെ അതിൻ്റെ ഇത് ഒരുപോലെ ഉള്ളൂ. കാരണം ജീവിച്ചു മരിച്ചു അതിനുള്ള ജ്ഞാനം. പക്ഷെ ഈശ്വരനെ അറിഞ്ഞ് ഇനി നമുക്ക് ജന്മം വേണ്ടാതെ, അതായത് പുനരാവൃത്തിരഹിതമായ മോക്ഷം ഈ മനുഷ്യജന്മം കൊണ്ട് തന്നെ എനിക്ക് ലഭിക്കണമെന്ന് വിചാരിച്ച് നമ്മൾ പ്രയത്നിക്കാനും എന്നിട്ട് ഈ വിഷയജ്ഞാനത്തിന് അതീതമായി പോയി ഭഗവാനെ അറിയാനും ഉള്ള വിശേഷ ബുദ്ധി മനുഷ്യർക്കുള്ളൂ. മറ്റേ ജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. ഈ ആഹാരം, നിദ്ര, മൈഥുനത്തിനുള്ള ജ്ഞാനം എല്ലാ ജീവികൾക്കും ഉണ്ട്, പലതരത്തിലാവുന്നു മാത്രം. പക്ഷേ ഈശ്വരനെ അറിയാനുള്ള ജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കാനുള്ള വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഈ ജ്ഞാനമാണ് ശരിക്കും നമ്മളെ അവരിൽ നിന്ന് വേർതിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണെച്ചാലും എത്രയോ ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാരെ അതിനു വേണ്ടി പ്രയത്നിക്കുന്നുള്ളൂ. പ്രയത്നിച്ചാലും ഈ ഒരു എന്താ പറയുക, ജന്മത്തിൽ അത് സാധിക്കണവർ അതിലും കുറവ്. അതാണ്. മറ്റതിപ്പോൾ എന്താ, എല്ലാവർക്കും മൃഗങ്ങളിൽ നമ്മളെന്താ വ്യത്യാസം പറയുമല്ലോ, ഇല്ലേ? നമ്മൾ പറയുമല്ലോ, ഉണ്ണുക, ഉറങ്ങുക, നീക്കുക, കുട്ടികളുണ്ടാവുക, വലുതാക്കുക, ഇതൊക്കെ എല്ലാവരും ചെയ്യണതാണ്.
പക്ഷെ അതൊന്നും നമുക്ക് ശാശ്വതമായിട്ടുള്ള സുഖം തരുന്നില്ല. പക്ഷേ മനുഷ്യന് വിശേഷബുദ്ധി ഉണ്ടാവുകൊണ്ട് എനിക്ക് ശാശ്വതമായിട്ടുള്ള സുഖം വേണം, എനിക്ക് പുനരാവർത്തിരഹിതമായിട്ടുള്ള മോക്ഷം വേണമെന്ന് ആഗ്രഹിക്കാനും അതിനു വേണ്ടി പ്രയത്നിക്കാനും വേണമെങ്കിൽ വിശേഷബുദ്ധി നൽകിയിട്ടുണ്ട്. പക്ഷെ ഈ മഹാമായയുടെ ഭഗവതിയുടെ മായയിൽ പെട്ടിട്ട് നമ്മൾ അത് ഉപയോഗിക്കാതിരിക്കുകയാണ്, മായാമോഹിതരായിട്ട്. അപ്പോൾ അതിലേക്കാണ് ഇനി വരണത് കേട്ടോ. അപ്പം 38 വായിക്കാം, എന്നിട്ട് 39 പോവാം. അതിലേക്കാണ് ഇപ്പോൾ മഹർഷി വരണത്. ജ്ഞാനം തന്മനുഷ്യാണം യത്തേഷാം മൃഗപക്ഷിണം മനുഷ്യാണാം ച തത്കേശം തുല്യമന്യത്തഥോ ഭയോ. എത്ര ശരിയാണല്ലേ ആലോചിച്ച് നോക്കിയാൽ. കാരണം പിന്നെ എന്താണ്, ബാക്കി മൃഗങ്ങൾക്കൊക്കെ ഉള്ളതാണത്. അപ്പം നമ്മൾ അതിൽ നിന്നൊന്ന് എന്തെങ്കിലും ഒന്ന് വ്യത്യാസത്തിന് വേണം വെച്ചാൽ ഇതിനു വേണ്ടി ശ്രമിക്കുക വേണം. അത് മാത്രമേ അതിന് വ്യത്യാസമായിട്ടുള്ളൂ. പക്ഷേ അത് മഹാമായയുടെ അനുഗ്രഹം കൊണ്ടേ പറ്റുള്ളൂ. അതാണ് ഭഗവതിയെ പ്രാർത്ഥിക്കണം എന്ന് പറയണത്. അതും യോഗമായയുടെ അല്ലെങ്കിൽ വിഷ്ണുമായയുടെ അനുഗ്രഹം തന്നെ വേണം നമുക്ക്. അതുകൊണ്ടാണ് മായയെ ആശ്രയിച്ച് മായയ്ക്കതീതമായി പോയി നമുക്ക് ഈ ജ്ഞാനം കിട്ടണം. ഇപ്പം 39. ജ്ഞാനേപി സതി പശ്യൈതാൻ പതംഗാശ്ചാപചഞ്ജുഷു കണമോക്ഷാദൃതാൻ മോഹാദ് പീഡ്യമാനാനഭിക്ഷുധ. അതായത് വിഷയജ്ഞാനം കൊണ്ട് നമുക്ക് ദുഃഖം മാറ്റാൻ പറ്റില്ല എന്നതിനെ ഒന്ന് സമർത്ഥിക്കുകയാണ് ആര്, സുമേധസ് മഹർഷി. പക്ഷികളെയൊക്കെ കാണിച്ച് പറയുകയാണ്. നമ്മൾ ശരിക്കും ഒരു വ്യത്യാസവും ഇല്ല എന്ന് പറയുകയാണ് സത്യത്തിൽ, അല്ലേ? അതാണ് പറയാൻ പോണത് കേട്ടോ. എന്താ അറിയോ, അതായത് വിഷയജ്ഞാനം കൊണ്ട് നമുക്ക് ദുഃഖം മാറ്റാമെന്ന് വിചാരിക്കണ്ട. ഇനി പക്ഷികളെ ഉദാഹരണമാക്കിയിട്ട് മഹർഷി പറയുകയാണ്. എന്താണ്, നോക്കട്ടെ കേട്ടോ ഇവിടെ അത് 39. അതായത് ഏതാൻ പതംഗാൻ പശ്യ, ഈ പക്ഷികളെ നോക്കൂ. എന്താ ഈ പക്ഷികളൊക്കെ ചെയ്യണേ? ശാപചഞ്ജുഷു കണമോക്ഷാദാൻ, അവരുടെ കുട്ടികളെ എവിടെയെങ്കിലും പോയിട്ട് അച്ഛനും അമ്മയും പോയിട്ട് ഭക്ഷണം കൊണ്ടുവന്ന് അവരുടെ വായിൽ ഇങ്ങനെ കൊടുക്കും. അവർക്ക് അതന്നെ വിചാരമാണ്. രാവിലെ ആയാൽ ചിലപ്പോൾ 2 ആളും പോവും, അല്ലെ അച്ഛനും അമ്മയും, അച്ഛൻ പക്ഷി അമ്മ പക്ഷിയും പോവും. എന്നിട്ട് വല്ല പിന്നെന്താണ് പുഴുക്കളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കായകളോ എന്തെങ്കിലും കൊണ്ടുവരും. എന്നിട്ട് അവനവൻ തിന്നാതെ ഈ കുട്ടികളുടെ വിശപ്പിനെ ഓർത്ത് അവർക്ക് കൊടുക്കും. പലപ്പോഴും അവരുടെ സ്ഥിതി എന്താ? ക്ഷുധ പീഡ്യമാനാൻ അഭി, അവർക്കാണെങ്കിൽ സ്വയം ഭയങ്കര വിശപ്പുണ്ട്, എന്നിട്ടും എന്തു ചെയ്യും? അവനവൻ്റെ വിശപ്പിനെ അവഗണിച്ച് ഈ പക്ഷികൾ ആ കുട്ടികൾക്ക് കൊണ്ട കൊടുക്കും. അതാണ് അത്ഭുതം. അത് അവർക്ക് ശരിക്കും വിശപ്പ് അത്ര പ്രധാനമായിട്ടുള്ള, അവർക്ക് വിശപ്പ് അടക്കേണ്ടത് മൃഗങ്ങൾക്ക് ആലോചിക്കാനും കൂടി അറിയില്ല. പിന്നെ അവരും പിന്നെ വിശപ്പ് കൊണ്ട് മരിക്കുന്നൊക്കെ അവർക്കും അറിയാം. പക്ഷേ എന്നാലും അവനവൻ്റെ വിശപ്പിനെ മറന്ന് ഈ കുട്ടികളെ രക്ഷിക്കും. അപ്പോൾ അവനവന് അത്ര വിശപ്പുണ്ടാവുമ്പോഴും ഈ കിട്ടിയിട്ടുള്ള പിന്നെ എന്താണ് ഭക്ഷണം കൊണ്ടു കൊടുക്കണതൊക്കെ അങ്ങ് കാണുന്നില്ലേ? ജ്ഞാനേ സതി അഭി, അപ്പം അവർക്ക് വിഷയജ്ഞാനമുണ്ട്, എങ്കിലും അവർക്കും അറിയാം ഞാൻ ഒന്നും കഴിക്കാണ്ടിരുന്നാൽ ചാവുന്നവർക്കും അറിയാം, ഭക്ഷണം കഴിക്കാതിരുന്നാൽ ചാവുന്ന അറിയാം. എന്നിട്ടും അതിനെ അവഗണിച്ചിട്ട് കൊടുക്കണ്ടല്ലോ. അപ്പോൾ വിഷയജ്ഞാനം അവർക്കുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അത്? മോഹാദ്, മമത, ആ മക്കളെന്ന് പറഞ്ഞിട്ടുള്ള അറ്റാച്ച്മെൻ്റ് അവർ തന്നെ അറിയാതെ എന്തുണ്ട്, ആ മമത കാരണമാണ് മക്കള് എന്നുള്ളത് കൊണ്ട് അവനവൻ്റെ വിശപ്പ് പോലും മറന്ന് അങ്ങോട്ട് പോവും. അതാണ് അത്ഭുതേ. അതായത് കുഞ്ഞി പക്ഷിയുടെ കൊക്കുകളിൽ ആ എന്താ കിട്ടിയെച്ചാൽ അത് ചിലപ്പോൾ നെല്ലോ അരിയോ എന്താ വെച്ചാൽ അത് കൊണ്ടുപോയി കൊടുക്കും. അതിലെന്തൊരു ശ്രദ്ധ നിശ്ചല്യ. സ്വയം കഠിനമായിട്ട് വിശപ്പുണ്ടെങ്കിൽ കൂടിയും
മാത്രമല്ല പക്ഷികൾക്കൊക്കെ വിശപ്പ് സഹിക്കാൻ കഴിയില്ല. നോക്കൂ, രാമായണത്തിലുണ്ടല്ലോ സമ്പാദി പറയുന്നുണ്ടത്. എന്താ, പക്ഷികൾക്ക് വിശപ്പ് സഹിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് സമ്പാദി പറയുന്നുണ്ട്. അപ്പോൾ അത്ര വിശപ്പ് സഹിക്കാൻ ബുദ്ധിമുട്ടുള്ള പക്ഷികൾ പോലും അവരവരുടെ വിശപ്പിനെ മറന്ന് കൊണ്ടുവന്ന ആഹാരം ഒട്ടും കഴിക്കാണ്ട കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം അവർക്കും, അതായത് പിന്നെ എന്താണ്, അവരും ഭക്ഷിച്ചാലേ അവർക്ക് വിശപ്പ് മാറുമെന്നൊക്കെ അവർക്ക് അറിയാം, ആ വിഷയജ്ഞാനുണ്ട്. ഉണ്ടെങ്കിലും മക്കളെന്നുള്ള സ്നേഹം കൊണ്ട് അവർ പിന്നെന്താണ്, അവർ ഇതുപോലെ ചെയ്യണത് അങ്ങ് കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കട്ടെ സമയം കേട്ടോ. ഒന്നും കൂടിയും ചെയ്യാം. അപ്പോൾ 39-40 കൂടിയും ചെയ്യാം. ജ്ഞാനേപി സതി പശ്യൈതൻ പതംഗാശ്ചാപചഞ്ജുഷു കണമോക്ഷാദൃതാൻ മോഹാൽ പീഡ്യമാനാനഭിക്ഷുത. ഇനി എന്താ പറയണം നോക്കാട്ടോ സുമേധസ് മഹർഷി. മാനുഷാമനുജവ്യാഘ്ര സാഭിലാഷാ സുതൻ പ്രതി ലോഭാത് പ്രത്യുപകാരായ നന്വേതൻ കിം ന പശ്യസി. അപ്പോൾ എന്താ പറഞ്ഞ വെച്ചാൽ മനുജവ്യാഘ്ര അത് വിളിക്കുകയാണ്. പിന്നെ സുമേധസ് മഹർഷി ഈ രാജാവിനെ ശ്രേഷ്ഠ, മനുജശ്രേഷ്ഠ, മനുഷ്യവ്യാഘ്ര പറഞ്ഞാൽ മനുജശ്രേഷ്ഠ. അതായത് മൃഗങ്ങളിൽ പുലി വളരെ പ്രധാനിയല്ലേ, അതുപോലെ മനുഷ്യരിൽ വളരെ പ്രധാനിയാണല്ലോ രാജാവ്. അതുകൊണ്ട് മനുജ വ്യാഘ്ര, മനുഷ്യശ്രേഷ്ഠ. മാനുഷ സുതാൻ പ്രതി, മനുഷ്യരെ പുത്രന്മാരെ കുറിച്ച് പ്രത്യുപകാരായ ലോഭാത്, പ്രത്യുപകാരം അവർ ചെയ്യുന്നുള്ള ലോഭം, ആഗ്രഹം കൊണ്ട് സാഭിലാഷ, വളരെ ആശ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. അവർ വളർത്തുമ്പോഴേ എന്താ, ഇവരെയൊക്കെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ എനിക്ക് അവർ വലുതാവുമ്പോൾ എന്നെ ഇങ്ങോട്ട് നോക്കൂലോ, പ്രത്യുപകാരം അവർ ചെയ്യൂലോ എന്നുള്ള ആഗ്രഹമുണ്ട്. ആർക്ക്? മനുഷ്യന്മാർക്ക്. നനു ഏതാൻ, ഇത്തരം മനുഷ്യർ കിന്ന് പശ്യസി, അത് ധാരാളം കാണില്ലെന്ന്. അതാണ് ചോദിക്കണേ. പക്ഷികൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, അവർക്ക് വെറും മമതയുള്ളൂ. നമുക്ക് ആ മമതയുടെ മുകളിൽ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? അവർ പക്ഷികൾക്ക് പ്രത്യുപകാരം ചെയ്യുമ്പോൾ വലുതായി എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരും, എന്നെ വയസ്സുകാലത്ത് നോക്കുന്നുള്ള പ്രത്യുപകാര ആഗ്രഹമൊന്നും പക്ഷികൾക്കില്ല. അവർ മായാമോഹിതരായിട്ട് മമത കൊണ്ട് കുട്ടികളെ വളർത്തുന്നു. പക്ഷേ നമുക്കങ്ങനെയല്ല. എന്താണ് നിങ്ങൾ പറയുന്ന, അതായത് ഇപ്പം എന്നോട് പറഞ്ഞില്ലേ എനിക്ക് ഇത്ര ജ്ഞാനം ഉണ്ടായിട്ടും എന്താ അവരോട് മമത തോന്നണ പറഞ്ഞില്ലേ, അതിന് കാരണം അതാണ്. എന്താ വെച്ചാൽ അവരെയൊക്കെ വളർത്തി വലുതാക്കുമ്പോൾ അവരെനിക്ക് വയസ്സുകാലത്തൊരു തുണയൊന്നും കൂടി നമുക്ക് ആഗ്രഹമുണ്ടേ. അതാണ്. അതുകൊണ്ട് നമുക്ക് ആശബദ്ധരാണ് നമ്മൾ. അപ്പോൾ അങ്ങക്കിപ്പോൾ ജ്ഞാനം പറഞ്ഞില്ലേ, ആ മോഹത്തിനെ ഇല്ലാണ്ടാക്കണ ജ്ഞാനം അങ്ങക്കില്ല. അതുകൊണ്ടാണ് അപ്പോൾ മോഹം. ജ്ഞാനമൊക്കെ ഉണ്ട്, വിഷയജ്ഞാനമുണ്ട്, പക്ഷെ ആ മോഹത്തിനെ ഇല്ലാതെ ആക്കുന്ന ആ ബ്രഹ്മജ്ഞാനം അങ്ങക്കില്ല. അതായത് അങ്ങ് പറയണതൊക്കെ അപരാവിദ്യയാണ്. അപരാവിദ്യ ദുഃഖത്തിനെ സ്ഥിരമായിട്ട് ഒരിക്കലും അകറ്റാൻ പോകുന്നതല്ല. ഈ പ്രത്യുപകാര ആഗ്രഹം ഇല്ലാത്ത പക്ഷികളും നമ്മളെപ്പോലെ കുട്ടികളെ നോക്കുന്നുണ്ട് ഇല്ലേ? മമത മാത്രമേ ഉള്ളൂ അവർക്ക്. നമുക്ക് പ്രത്യുപകാര ആഗ്രഹമുണ്ട്. പ്രത്യുപകാരം ആഗ്രഹിക്കാത്ത പക്ഷികളും നമ്മൾ നോക്കണ പോലെ തന്നെ കുട്ടികളെ നോക്കണ്ട ആ പ്രായത്ത്. അപ്പോൾ മനുഷ്യർക്ക് ഈ ആഗ്രഹത്തിന് പുറമെ ലോഭമുണ്ടേ. ലോഭം എന്ന് പറഞ്ഞല്ലോ, വാക്കല്ലേ, പ്രത്യുപകാരായ ലോഭാന്ന് പറഞ്ഞു. അതായത് അവർ വലുതായി ഇന്നുള്ള സ്വത്ത് വർദ്ധിപ്പിക്കും. ലോഭം അതാണ്, ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൂട്ടണം എന്നാണ്. അപ്പോൾ ലോഭമുണ്ട്. അവർ വലുതായി നമ്മളെ വയസ്സാകുമ്പോൾ എന്നെ നോക്കുന്നുണ്ട്. മാത്രമല്ല ഞാൻ സമ്പാദിച്ച് വെച്ചതിനേക്കാളും അവർ സമ്പാദിക്കും. അപ്പോൾ അവരതിഥിയം കേമന്മാരാവും. അങ്ങനെ വിചാരമുണ്ടല്ലോ നമുക്ക്. നമ്മളെക്കാളും കേമന്മാരാവണം മക്കൾ എന്നൊക്കെ വിചാരമുണ്ട്. അപ്പം അങ്ങനത്തെ പല ആഗ്രഹവും നിർബന്ധമൊക്കെ നമുക്കുണ്ട്.
അത് ഈ ഈ പക്ഷികളൊക്കെ മമത മാത്രമേ ഉള്ളൂ. നമുക്ക് മമത ഈ വിശേഷ ബുദ്ധി ഉണ്ടാവുകൊണ്ടേ നമുക്ക് മമതയുടെ മുകളിൽ എന്തുണ്ട്? ലോഭമുണ്ട്. അതാണ് പ്രത്യുപകാരായ ലോഭാത്. ലോഭമുണ്ട്. അതായത് അവർ സമ്പാദിക്കുന്ന കിട്ടണം എന്നുള്ള മോഹേ. പിന്നെ സാഭിലാഷ, അപ്പോൾ ആശ ഉണ്ടാവും. അവർ വലുതായ എന്നെ നോക്കും, അതുകൊണ്ട് വയസ്സായ എന്നെ നോക്കും. ഇത് നമുക്ക് കുറച്ച് കൂടുതലാണ്, അവർക്ക് അതില്ല. പക്ഷെ രണ്ടാൾക്കും വിഷയജ്ഞാനം തന്നെയാണ്. വിഷയജ്ഞാനം കൊണ്ട് തന്നെയാണ് ഈ മമത. അതായത് വിഷയജ്ഞാനം കൊണ്ട് മമത എന്നല്ല, വിഷയജ്ഞാനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഈ മമത. അപ്പോൾ പക്ഷികളെ പോലെ തന്നെയൊക്കെ നമുക്കുള്ളൂ എന്ന് പറയാണ്. അതായത് വിഷയജ്ഞാനം ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞില്ലേ, പക്ഷേ മൃഗങ്ങളുടെ ജ്ഞാനത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല അങ്ങക്കുള്ള ജ്ഞാനം. അതുകൊണ്ടാണ് അങ്ങക്ക് ഇപ്പോഴും അവർ ഉപദ്രവിച്ചിട്ടും അവരെ ഇതാവണം എന്നൊക്കെ തോന്നണതേ. കാരണം ശരിക്കുള്ള ജ്ഞാനം ഉണ്ടെങ്കിൽ അവരും അങ്ങുമൊക്കെ ബ്രഹ്മാണെന്ന് കാണാൻ സാധിക്കും. അങ്ങ് ബ്രഹ്മത്തിൽ വർത്തിക്കുകയാണ്. അപ്പം ആ അനുഭവരൂപത്തിലുള്ള സൂക്ഷ്മജ്ഞാനം അങ്ങക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ തോന്നുന്ന പോലെ തോന്നണേ. അപ്പം അങ്ങ് സത്യം പറഞ്ഞു വെച്ചാൽ അപ്പോൾ പക്ഷികളുടെ പോലെയുള്ള വിഷയജ്ഞാനം തന്നെ അങ്ങക്കുള്ളൂ എന്ന് ആദ്യം ബോധ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ വെച്ചിട്ടാണ് സുമേധസ് മഹർഷി. അപ്പോൾ ഞാൻ 40 വായിച്ച് നമുക്ക് ഇവിടെ നിർത്താം. മാനുഷാമനുജവ്യാഘ്രാ സാഭിലാഷാ സുതാൻ പ്രതി ലോഭാൽ പ്രത്യുപകാരായ നന്വേദൻ കിം ന പശ്യസി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ദുർഗായൈ നമഃ.